അഭിനന്ദനായ ചക്കാലക്കൽ പിതാവ് പൗരോഹിത്യത്തിൻ്റെയും മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെയും വലിയ അനുഭവങ്ങൾ നമ്മുടെ സഭയ്ക്ക് സമ്മാനിച്ച് സഭയെ ബലപ്പെടുത്തുന്ന ഇടയശ്രേഷ്ഠനാണ്. പിതാവിനെക്കുറിച്ചുള്ള അനുമോദന പ്രസംഗമൊക്കെ ഇതിന് ശേഷമാവും ഉണ്ടാവുക. സന്തോഷത്തോടുകൂടി ഇത്രയും പിതാക്കന്മാരുടെ വലിയ ഒരു നീണ്ട നിര പള്ളിയിൽ താഴെയിരിക്കുന്ന നിങ്ങളെപ്പോലെ എനിക്കും അത്ഭുതം തോന്നുന്നു. പ്രവേശന പ്രദക്ഷിണം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ പിതാവിനോട് ചോദിച്ചു, ഇത് ജൂബിലിയാണോ മെത്രാഭിഷേകമാണോ? ഇത്രയും പിതാക്കന്മാർ ഈ ജൂബിലിക്ക്, അഭിനന്ദനായ കർദിനാൾ ആലഞ്ചേരി പിതാവ് ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ ഒപ്പം നമ്മോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലും അടയാളവുമാണ്. ദൈവബന്ധത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഈ പിതാവിൽ നാം കാണുന്നു എന്നത് നമ്മെ എല്ലാവരെയും പ്രത്യാശയുള്ളവരാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കണ്ണൂർ രൂപതയിലും കോഴിക്കോട് രൂപതയിലും അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ അതൊക്കെ വിശദമായി പിന്നാലെ വരും. എന്താണ് ചക്കാലക്കൽ പിതാവിനെ നിന്റെ ഇഷ്ടം നിറവേറണം എന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്നതിന് ഇടയാക്കുന്ന വസ്തുത? അദ്ദേഹം ഒരു അനുരഞ്ജനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഇടയനാണ്. ചക്കാലക്കൽ പിതാവ് ഏത് സ്ഥലത്ത് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്ന കാര്യമാണല്ലോ, കള്ളം പറഞ്ഞാൽ ഇരട്ടി ശിക്ഷയുണ്ടാകുമെന്ന് എനിക്കറിയാം. ചക്കാലക്കൽ പിതാവ് വരുന്ന സദസ്സുകളും പിതാവ് വന്ന് നമ്മുടെ ഇടയിലിരിക്കുന്ന വേദികളും അദ്ദേഹം ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കും. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ സൈക്കോളജി കടന്നിട്ടുണ്ടാകാം. അതാണ് ആത്മീയതയും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആത്മാവിൻ്റെ വ്യാപനവും. പിരിമുറുക്കങ്ങൾ അനായാസമായി മാറിപ്പോകുന്നത് ആത്മാവ് വ്യാപരിക്കുമ്പോഴാണ്. ചക്കാലക്കൽ പിതാവിനെ ഇതൊരു ആത്മീയ വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഇത് ആത്മീയ വിഷയമല്ലാതെ മറ്റൊന്നല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദൈ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം നിറവേറണം. സ്നേഹമാണ് സർവോത്കൃഷ്ടം, അതിൻ്റെ വ്യാപനം നടക്കണം. ഈ അഭിനന്ദ പിതാവ് സഭയിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ചു. 99 വൈദിക മേലധ്യക്ഷനായി കണ്ണൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി, 2012 കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായി, കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ഉന്നത അധികാര സമിതിയുടെ, ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, ഇപ്പോഴത്തെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായും പിതാവ് വലിയ സേവനം അനുഷ്ഠിച്ച് വരുന്നു. KCBCയുടെ വൈസ് പ്രസിഡന്റായി, ജനറൽ സെക്രട്ടറിയായി അഭിനന്ദ പിതാവ് ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. തിയോളജി കമ്മീഷൻ്റെയും കരിസ്മാറ്റിക് കമ്മീഷൻ്റെയും എല്ലാം കേരളത്തിലെ ചെയർമാനായി പിതാവ് പ്രവർത്തിച്ചു. സെമിനറിയുടെ
കർമ്മലഗിരി സെമിനാരിയുടെ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പോൾ പിതാവാണ്. വളരെ വ്യത്യസ്തമായ മേഖലകളിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ സ്വീകരണം ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് പേരോട് പ്രത്യേക ഒരു ലാളന കാണിച്ചു. വന്ന വഴിയിൽ ചില കുട്ടികളോട് സഭയിലെ ആത്മീയ ശുശ്രൂഷകൾ വളരെ ഔന്നത്യമാർന്ന രീതിയിൽ സമീപിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ നൈർമല്യം കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നതിനുള്ള ആ വലിയ ഒരു മനസ്സ് ദൈവരാജ്യത്തിൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കുന്ന ഇടയൻ്റെ മുദ്രകളാണ്. അഭിമന്യ പിതാവിനെ നാം ഒരു വിശുദ്ധ കുർബാനയ്ക്കോ സന്ദേശത്തിനോ ഒരാശംസയ്ക്കോ നമ്മളുടെ സന്തോഷത്തിൽ ഒരു സാധാരണ പങ്കാളിത്തത്തിന് വേണ്ടിയോ വിളിച്ചാൽ എനിക്ക് 100% ഉറപ്പുണ്ട്, നാം നിരാശരാവുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടല്ല, വാക്കും അദ്ദേഹത്തിൻ്റെ സമീപനവും നൈർമല്യമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നു. ശാലോം ടെലിവിഷനിലെ വളരെ ശക്തനായ പ്രഭാഷകനാണ് പിതാവ്. കേരള കത്തോലിക്ക സഭയുടെ ഒരു വലിയ പ്രഭാഷകനായി ഈ പിതാവ് നമ്മുടെ സഭയെ ബലപ്പെടുത്തുന്നു. ഈ പിതാവിൻ്റെ ജൂബിലിയിൽ സംബന്ധിക്കുമ്പോൾ കേരളത്തിലെ ദൈവജനം മുഴുവൻ, അത് നമ്മൾ കത്തോലിക്കർ മാത്രമല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് അഭിമന്യ പക്കോമയൂസ് പിതാവ് ഇവിടെ പൂർണ്ണമായി നമ്മോടൊത്ത് ചേരുക. കത്തോലിക്ക സഭ മാത്രമല്ല, ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും, നന്മയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും പിതാവിൻ്റെ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നു എന്ന് പങ്കുവയ്ക്കാനാണ്. അഭിമന്യ പിതാവിൻ്റെ ഈ രജത ജൂബിലി, പുത്രാഭിഷേകം പ്രാപിച്ചതിൻ്റെ 25 വർഷം, കേരള ലത്തീൻ സഭയ്ക്ക് തനതായ ശ്രദ്ധേയമായ നേതൃത്വം, കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിക്കും സഭയ്ക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കാകമാനവും പിതാവ് നൽകുന്ന വലിയ നേതൃത്വം, പിതാവിൻ്റെ സ്നേഹവും അടുപ്പവും, അതാണ് CBCI കഴിഞ്ഞ് തിരിച്ചു പോകാതെ പിതാക്കന്മാരെ കോഴിക്കോടേക്ക് എത്തിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ 2 ദിവസം മുമ്പ് CBCI സമ്മേളനത്തിൽ നിന്ന് മാറിയെങ്കിലും ഇന്നിവിടെ വരാൻ എന്നെ നിർബന്ധിച്ചത്, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായിട്ടും എന്നെ നിർബന്ധിച്ചത് ഈ പിതാവിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം ഈ കാലത്ത് സ്നേഹസമ്പന്നനായ ഈ പിതാവിനെ നമ്മുടെ സഭയ്ക്ക് നൽകിയതിന് അവിടുത്തോട് നന്ദി പറയാം.